കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇല്ലാത്ത രീതിയിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികളും പ്രവർത്തനങ്ങളും കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ വരവിലും പ്രഖ്യാപിക്കാറുണ്ട്, അല്ലാത്ത സന്ദർഭങ്ങളിലും അദ്ദേഹം പ്രഖ്യാപിക്കാറുണ്ട്. അതുകൊണ്ട് കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് പ്രധാനമന്ത്രിക്കുള്ള ഒരു വലിയ കൺസേണാണ് ഇതിലെല്ലാം കാണുന്നത്. 2 മാസത്തിനിടയിൽ 3 പ്രാവശ്യം ഒരു സംസ്ഥാനം സന്ദർശിക്കുക എന്നുള്ളത് തന്നെ വളരെ അപൂർവമാണ്. അത്തരമൊരു അപൂർവത, അങ്ങനെ ഒരു സൗഭാഗ്യം കേരളത്തിന് കിട്ടിയിട്ടുള്ളതും കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും കേന്ദ്ര ഗവൺമെൻറ്റും എത്രമാത്രം ശ്രദ്ധാലുക്കളാണ് എന്നുള്ളതിൻ്റെ ഒരു വലിയ സൂചന തന്നെയാണ്. അതുകൊണ്ട് ഈ പദയാത്രയിൽ ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം അത് പുതിയ കേരളം എന്നുള്ളതാണ്, മോഡിയുടെ ഗ്യാരണ്ടി എന്നുള്ളതാണ്. ഈ രണ്ടും കേരളീയ സമൂഹത്തിന് വളരെ പെട്ടെന്ന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് പ്രധാനമന്ത്രിയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സന്ദർശനവും അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് പദയാത്രയുടെ സന്ദേശം പരിപൂർണമായും ജനങ്ങൾക്കിടയിൽ എത്തിക്കാനും അത് കേരളത്തിൻ്റെ വികസനത്തിന് ഏറ്റവും ഗുണകരമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു വിലയിരുത്തൽ. ഞങ്ങൾ കിട്ടുന്ന ഫീഡ്ബാക്ക് റിപ്പോർട്ടും അത്തരത്തിലുള്ളതാണ്. നരേന്ദ്രമോദിയുടെ വരവിനെയും മോഡിയുടെ ഗ്യാരണ്ടിയെയും കേരളത്തിലെ 2 മുന്നണികളും വല്ലാതെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് ആവർത്തിച്ചവർ കേന്ദ്ര സർക്കാരിനെതിരായി വിമർശനം നടത്തുന്നതിലെ പ്രധാനപ്പെട്ട കാര്യം. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അത്ര എളുപ്പത്തിൽ ജയിക്കാൻ സാധിക്കില്ല എന്ന് കേരളത്തിലെ 2 മുന്നണികൾക്കും കൃത്യമായിട്ട് അറിയാം. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്യപ്പെടുന്നത് 10 വർഷക്കാലത്തെ മോഡി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളാണ്. മോഡി സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ആ പ്രോഗ്രസ് റിപ്പോർട്ടിനെ മറികടക്കാൻ ഈ 2 മുന്നണികൾക്കും കഴിയില്ല എന്നിവർക്ക് ബോധ്യമുണ്ട്. ഈ മോഡി വിരുദ്ധ സഖ്യത്തിന് ആകെ പ്രതീക്ഷ നൽകുന്ന ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. 2019 റിസൾട്ടുമായി കമ്പയർ ചെയ്തുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ അവർക്ക് ചലനമുണ്ടാക്കാൻ സാധിക്കുന്നത് CPM-നും കോൺഗ്രസിനുമുള്ള സ്വാധീനത്തെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൽ മാത്രമാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും നേട്ടം അവർക്കുണ്ടാക്കാൻ കഴിയുമെങ്കിൽ കേരളമാണ് എന്ന് INDA നേതൃത്വത്തിന് നന്നായിട്ടറിയാം. പക്ഷെ കേരളത്തിലും നരേന്ദ്രമോദിക്ക് അനുകൂലമായി ഉണ്ടാകുന്ന ജനവികാരത്തെ സാധാരണ രാഷ്ട്രീയം വെച്ച് പ്രതിരോധിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് തിരഞ്ഞെടുപ്പിൽ മറ്റെല്ലാം മറന്നുകൊണ്ട് 2 മുന്നണികളും സംഘടിതമായിട്ടുള്ള മതവിഭാഗങ്ങൾക്ക് പിന്നാലെ പോകാൻ വേണ്ടി പരിശ്രമിക്കുന്നു.